ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എരുന്ത് കറിയുമായിട്ടാണ്. അപ്പോൾ എരുന്ത് കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എരുന്ത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഒരു 2-3 തവണ നല്ല രീതിയിൽ ഇതൊന്ന് വൃത്തിയിൽ കഴുകിയെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ എരുന്ത് ഇവിടെ കഴുകി റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു തേങ്ങയുടെ പകുതിയാണ്. അത് നല്ല രീതിയിൽ ഒന്ന് ചിരകിയെടുക്കുക. അത് ചിരകിയെടുത്ത ശേഷം അതിലേക്ക് വെളുത്തുള്ളി അല്ലിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 8 വെളുത്തുള്ളി അല്ലിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 4-5 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം കുറച്ച് ഒരു 2 ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം ഇതെല്ലാം അതിലേക്ക് ചേർത്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മളിവിടെ എരുന്ത് കറി വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസൊന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാറൊന്നുമില്ലായിരുന്നു. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം തേങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത്. കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഇത് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതിങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ തേങ്ങ വറുക്കുന്ന വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തേങ്ങ നല്ല രീതിയിൽ തന്നെ വൃത്തിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇവിടെ നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക്. കറക്റ്റ് ഈ രീതിയിലാണ് നമുക്ക് തേങ്ങ കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് 2 തക്കാളി, പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അതിലേക്ക് സവോളയാണ്. അപ്പോൾ ഇതാ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കണം. നമ്മൾ ഈ പാനിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മുളകും പൊടി ഇവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ നേരത്തെ വെള്ളത്തിലിട്ട പുളി പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുരു ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് അരിച്ചിട്ട് പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. എരിവോ ഉപ്പൊക്കെ കറക്റ്റായി നോക്കുക. അതിനുശേഷം അടുപ്പിൽ വയ്ക്കുക. ഇത് തിളയ്ക്കുന്ന വരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ തിളച്ച് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ ഏകദേശം നല്ല രീതിയിൽ തിളച്ച് പൊന്തി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കറി ഇവിടെ ഒന്ന് വറ്റി വരുന്നുണ്ട്. നല്ല വെള്ളം വറ്റാതെ ഒന്ന് കുറച്ച് കുറുകിയ രീതിയിലാണ് നമുക്ക് ഈ കറി കിട്ടേണ്ടത്. അപ്പോൾ ഏകദേശം ഇത് നല്ല രീതിയിൽ ഇപ്പോൾ ഒന്ന് സെറ്റായി കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് എരുന്തിട്ട് കൊടുക്കാവുന്നതാണ്. ഞങ്ങളിവിടെ എരുന്തെന്നാണ് പറയുക. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. എന്നിട്ടിത് നല്ല രീതിയിൽ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതേ കറി നല്ല രീതിയിൽ ഇവിടെ തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഉപ്പൊക്കെ ഒന്ന് നോക്കിയ ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ കറി ഇവിടെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാതും നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് തുറന്ന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എരുന്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. അപ്പോൾ കറി ഇവിടെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കറി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നല്ല രീതിയിൽ ഒന്ന് അടച്ച് 10 മിനിറ്റിന് ശേഷം ഞാൻ അതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇരുന്ന് സെറ്റ് ആവാനുണ്ട്. അതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ എരുന്ത് കറി നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയുള്ളി മൂപ്പിച്ചിടാം. അതിന് വേണ്ടി ഞാൻ 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വറുത്തിടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.